ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള രാജ്യം, അതേസമയം അതിക്രൂരതകൾ കാണിക്കാൻ ഒട്ടും മടിക്കാത്ത രാജ്യം, ഇതാണ് അമേരിക്ക. ജപ്പാനിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചത് ലോകം മറന്നിട്ടില്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചപ്പോൾ കൊല്ലപ്പെട്ടത് ജപ്പാനിലെ പാവപ്പെട്ട ജനങ്ങൾ. അതിനുശേഷം അമേരിക്കയ്ക്ക് തിരിച്ചടികളുടെ കാലമായിരുന്നു. 10 വർഷം വിയറ്റ്നാമിൽ പോയി യുദ്ധം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വിയറ്റ്നാം, കുഞ്ഞൻ രാജ്യമായ വിയറ്റ്നാം അമേരിക്കയെ തുരത്തി ഓടിച്ചത് ചരിത്രം. 10 വർഷത്തിന് ശേഷം ആയുധങ്ങൾ ഉപേക്ഷിച്ച് അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന് തിരിഞ്ഞോടി. ക്യൂബ അമേരിക്കയ്ക്ക് എന്നും കണ്ണിലെ കരടായിരുന്നു. പക്ഷേ ഇപ്പോഴും അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ക്യൂബ നിൽക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള പരാജയങ്ങൾ അമേരിക്കയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു വലിയ ഒരു പരാജയത്തിന്റെ ഗർത്തത്തിലാണ് അമേരിക്ക. ഇസ്രായേലിനെ സഹായിക്കാൻ അരയും തലയും മുറുക്കി അമേരിക്ക ഇറങ്ങിക്കഴിഞ്ഞു. ഇറാനെ ആക്രമിക്കുകയാണ് ലക്ഷ്യം. ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് മറ്റൊരു വിയറ്റ്നാമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇറാൻ സൈന്യത്തിന്റെ പ്രത്യേകത, അവർക്ക് ശക്തമായ ചാവേർ സംവിധാനമുണ്ട്. ചാവേർ സംവിധാനം ഉപയോഗിച്ച് അവർ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവരുടെ പീരങ്കിപ്പട അമേരിക്കയെ തകർക്കാൻ തയ്യാറായി കഴിഞ്ഞു. അവർ യുദ്ധത്തിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും. ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇറാനെ തിരിച്ചടിക്കാൻ അമേരിക്ക തയ്യാറാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഇറാനിലെമ്പാടും വാരിക്കുഴി ഒരുക്കിയിരിക്കുന്നു ഇറാൻ സൈന്യം. ഇറാൻ സൈന്യത്തിന്റെ കയ്യിൽ ആണവായുധങ്ങളും രാസായുധവും ഉണ്ടെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയാണ് അവർക്ക് ആണവായുധവും രാസായുധവും ഒക്കെ കൊടുത്തത്. അതുമാത്രമല്ല, ചൈനീസ് നിർമ്മിത ആയുധങ്ങളും ഉത്തര കൊറിയൻ നിർമ്മിത പടക്കോപ്പുകളും ഇറാനുണ്ട്. ഇതൊക്കെ ഇറാന്റെ ശക്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരിച്ചടി അമേരിക്കയ്ക്ക് ഇറാൻ നൽകും. ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും എന്നതിൽ രണ്ട് പക്ഷമില്ല. ആക്രമിക്കാനുള്ള സമയവും സന്ദർഭവും ഏതൊന്ന് മാത്രം അറിഞ്ഞാൽ മതി. മാത്രമല്ല, ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഇറാന് പിന്നിൽ അണിനിരന്നിരിക്കുന്നു. 57 അറബ് രാജ്യങ്ങൾ ഇറാന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു. പൊതുവെ ആർക്കും പിന്തുണ നൽകാത്ത തുർക്കി പോലും ഇറാന് പിന്തുണ നൽകിയിരിക്കുന്നു. ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ അമേരിക്കയാകെ റെഡ് അലർട്ടാണ്. ഇറാൻ ചാവേർ സംഘങ്ങൾ അമേരിക്കയിലേക്ക് നുഴഞ്ഞുകയറി ആക്രമണം നടത്താനുള്ള സാധ്യത കൂടുതലാണ്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന പക്ഷം അത്തരമൊരു ആക്രമണം പ്രതീക്ഷിക്കാം അമേരിക്കയ്ക്ക്. അമേരിക്കയ്ക്ക് ഇറാൻ യുദ്ധം മറ്റൊരു വിയറ്റ്നാമാകുമെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. ഇറാൻ വലിയൊരു രാജ്യമാണ്. വിയറ്റ്നാമിനേക്കാളും വലിയ വലിയ ശക്തിയാണ്. ആണവായുധങ്ങളും രാസായുധങ്ങളും അതിശക്തമായ കരസൈന്യവും ഒക്കെ ഇറാനുണ്ട്. അതാണ് അവരുടെ പ്രത്യേകത. എന്തായാലും ഇറാൻ സജ്ജമായി കഴിഞ്ഞു യുദ്ധത്തിന്. അമേരിക്കയിൽ റെഡ് അലർട്ട്.